IBM കൊച്ചിയിൽ വന്നപ്പോൾ CM ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പോയതിനു ശേഷം ഞാൻ ഒരു 50 സ്റ്റാഫോളം എംപ്ലോയീസാണ്. അവരായിട്ട് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളി സീനിയർ വൈസ് പ്രസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങളിത് തുടരുമില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പോളണ്ടിലാണ് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ലാബ് തുടങ്ങിയത്. അത് പക്ഷേ മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഔട്ട്പുട്ടൊന്നും നന്നായി വന്നിട്ടില്ല. അത് ഇവരുടെ കയ്യിലിരിക്കണേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിലുള്ള സൗകര്യം, ഇപ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പോയല്ലോ, 3 മാസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പുറത്തിറങ്ങിയിട്ട്, ബാക്കി മുഴുവൻ വീടിനകത്താണ്. കേരളത്തിൽ നിങ്ങൾ അവിടെ 3 മാസം നിങ്ങൾ വർക്ക് ചെയ്തോ, ബാക്കി 9 മാസം കൂടി പോരെ. സുഖമായ സ്ഥലം, ഏത് ക്ലൈമറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഡൽഹിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഡൽഹിയിലെ PPM ഇപ്പോൾ 560 മറ്റുമാണ് പൊല്യൂഷൻ, നമ്മുടെ 85ആണ്. ശുദ്ധമായ വായു ശ്വസിക്കാം. പിന്നെ ഞാൻ അവരോട്, നിങ്ങൾ ബാംഗ്ലൂർ ജോലി ചെയ്യണം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ട് ഒരു പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് തോന്നി, അതോടുകൂടി നിങ്ങളുടെ പ്രോഗ്രാം തെറ്റും. പ്രോഗ്രാം എഴുതുന്നത് തെറ്റാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രശ്നമില്ല, ബൈക്ക് എടുത്തിട്ട് പോയിട്ട് കഴിച്ചിട്ട് വരാം. നിങ്ങൾ അമേരിക്ക ജോലി ചെയ്യണം, അപ്പോൾ ടെൻഷൻ വരും. ഇടയ്ക്ക് വീഡിയോ കോൾ വരും, അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ആകെ ടെൻഷനാവും. ഇവിടെ വേണ്ട, നിങ്ങൾ ജോലി കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് പോയിട്ട് അമ്മയുടെ മടി കിടന്നിട്ട് അടുത്ത പ്രോഗ്രാം കമ്പോസ് ചെയ്യാം. അപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് ഇപ്പോൾ IBM ഒരു വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോൾ 2400 പേരുണ്ട് അവർ വിത്തിൻ 1 ഇയർ. അവരുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സെൻറ്റർ ഓഫ് IBM ഇൻ ദ വേൾഡ് കൊച്ചിയാണ്. അതിന് കാരണം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ 100 ആണല്ലോ ഒരു വർഷം പറഞ്ഞ്, ഇപ്പോൾ 2400 എത്തി, ഈ വർഷം 3000 എത്തും, വാട്ട് ഈസ് റീസൺ? അപ്പോൾ അവർ പറഞ്ഞു, ഇവരുടെ സ്കില്ല് ഭയങ്കരമാണ്. 2 പ്രൊഡക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഇവർ ഡെവലപ്പ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ ഡെൽറ്റ എയർലൈൻ, അവർ ഉപയോഗിക്കുന്നത് IBMൻ്റെ പ്രൊഡക്റ്റാണ്. ഫേസ്ബുക്കിൻ്റെ AI കമ്പോണൻറ്റ്, എനിക്ക് തോന്നുന്നു റോഷൻ വളരെ പോസിറ്റീവായ വ്യവസായ വാർത്തകൾ എഴുതുന്ന മലയാളത്തിൽ അപൂർവം ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് റോഷൻ. അപ്പോൾ റോഷൻ അത് എഴുതിയിട്ടുണ്ടെന്നുണ്ട്, ഒരു മലയാളി. യഥാർത്ഥത്തിൽ ഒരു മലയാളി ഫേസ്ബുക്കിൻ്റെ AI ബേസ്ഡ് ടൂളിൽ 5 പേരിൽ ഒരാളാണ്. ഇപ്പോൾ ദിനേശ് നിർമ്മൽ ഒരു പ്രയോഗം നടത്തി, റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. 200 പേര് വിദേശത്തു നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഇതുപോലെ ട്രാഫിക് പ്രശ്നം ഇവിടെ ഇല്ല, നമുക്ക് നേരെ മെട്രോ കയറി അങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ കേരളം ആസ് എ ഹോൾ ഇറ്റ് ഈസ് എ സിറ്റി, മൊത്തത്തിൽ നമുക്കൊരു സിറ്റിയാണ്. ഈ ഡിമാർക്ക് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ട് ഇൻ ബിറ്റ്വീൻ വില്ലേജ് ആൻഡ് സിറ്റീസ്. പിന്നെ പർച്ചേസിങ് കപ്പാസിറ്റി. ഇപ്പോൾ BMW പോയത് എന്തുകൊണ്ടാണ്? ബിയോണ്ട് ദ റഡാറിൽ മിസ്റ്റർ ബാലഗോപാൽ എഴുതിയിട്ടുണ്ട്, ഹർത്താലായിരുന്നില്ല കാരണം. BMWയുടെ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു, ഞങ്ങളുടെ ചില പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നിടത്തുനിന്ന് 100 കാറ് പോർട്ടിലേക്ക് പോയാൽ 80 എണ്ണം അവിടെ എത്തിയാൽ വളരെ നല്ലത് എന്നാണ് ഞങ്ങൾ കരുതുക. അങ്ങനെയുള്ള കണ്ടീഷനിൽ പോലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് 1000 ഏക്കർ പോർട്ടിനോട് ചേർന്ന് വേണം, അതിവിടെ ഇല്ല. ദാറ്റ് ഈസ് റീസൺ. ഇപ്പം എന്നോട് ചോദിക്കും, അവിടെ 1 ലക്ഷം കോടിയുടെ മറ്റു ഓട്ടോമൊബൈൽ ഒന്നില്ലേ? ഞാൻ പറയും, ഇവിടെ വരില്ല. നമുക്കിവിടെ സാധ്യമാകുന്നതേ പറ്റുള്ളൂ. ഇപ്പോൾ 3000 പേര് IBMൽ വർക്ക് ചെയ്യുമ്പോൾ പെർ ആനം സാലറി 20 lakhs ആണ്. ദാറ്റ് മീൻസ് 600 crores ഒരു വർഷത്തെ ശമ്പളമാണ്. അവരിവിടെ താമസിക്കുമ്പോൾ സ്വിഗ്ഗി പോണ ആളുടെ എണ്ണം കൂടും, കാർ ഓടിക്കുന്നവരുടെ എണ്ണം കൂടും, ഇൻഡയറക്റ്റ് 4-5 ജോബ് വരും. ഞാനൊരു ടെക്സ്റ്റൈൽ മില്ലിലൂടെ തുടങ്ങി, അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഫാക്ടറി തുടങ്ങി. ഒരു 10,000 പേര്, 90% മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. ആവറേജ് 10,000 ഇൻറ്റു 10,000 പെർ ആനം 120 crores ആണ്, 120 കോടിയാണ്. ഇത് 600 കോടിയാണ്. അപ്പം നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന സംരംഭങ്ങളാണ്. അതിനുള്ള, ഇപ്പോൾ നവാസ് പറഞ്ഞ വളരെ വാലിഡായ പോയിന്റാണ്. ഇപ്പോൾ നമുക്ക് വലിയ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം പ്രൈമറി കൃഷി, പിന്നെ സെക്കൻഡറി വ്യവസായം, പിന്നെ